ടെലിഗ്രാം സിഇഒ പാവൽ ഡുറോവിൻ്റെ അറസ്റ്റും ഇന്ത്യയിൽ നിന്ന് ടെലിഗ്രാം ബാൻ ചെയ്യുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താകും ടെലിഗ്രാമിൻ്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടെലിഗ്രാം എന്നത് വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ അകത്തൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. അതിനകത്തൂടെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്, ഒരുപാട് ബിസിനസ്സുകൾ പല രീതിയിൽ നടത്തുന്നവരുണ്ട്. അപ്പോൾ പിന്നീട് എന്താ പറയുകയാണെങ്കിൽ ടെലിഗ്രാം വഴി ഒരുപാട് പേര് സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അത് ഇല്ലീഗലാണ്. അതായത് OTT പ്ലാറ്റ്ഫോംസ് വഴി റിലീസാകുന്ന സിനിമകളെല്ലാം ടെലിഗ്രാമിൽ വഴി വരികയും അതിലൂടെ ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ നല്ലതിന് പുറമെ നല്ലതിനേക്കാൾ കൂടുതൽ ഒരുപാട് ചീത്ത പ്രവണതകൾ നടക്കുന്ന, അതായത് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നതായി കാണുകയും അതേ തുടർന്നൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ സിഇഒയുടെ അറസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അത് ബാൻ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് മാറ്റി എന്നൊക്കെയുള്ള പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല ഇതിനി മുന്നോട്ടേക്ക് എങ്ങനെ പോകുന്നു. ഒരു കണക്കിന് പറയുമ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ പൈസ മുടക്കാതെ പല ആൾക്കാരും വളരെ സിമ്പിളായിട്ട് സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ടെലിഗ്രാം വഴി സിനിമകൾ ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, മറ്റു രീതിയിലുള്ള മെസ്സേജിങ്ങുകളും കോളുകളും വാട്സാപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനും ഈ ടെലിഗ്രാം സഹായിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അതായത് പോലീസിനോ അല്ലെങ്കിൽ അത് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ ട്രേസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ടെലിഗ്രാമിൽ വഴി നടക്കുന്നതായിട്ട് കണ്ടെത്തുകയും അപ്പോൾ അങ്ങനെ ആ ഒരു രീതി കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ടെലിഗ്രാം എങ്ങനെ ആളുകളിൽ നിന്ന് മാറ്റാം, തുടച്ചു നീക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അതിൻ്റെ സിഇഒയുടെ അറസ്റ്റും കൂടെ നമ്മൾ കേൾക്കുന്നത്. അപ്പം അതിന് തൊട്ടു പുറകെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെലിഗ്രാം ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ കണ്ണ് നനയിക്കുന്ന അവസ്ഥയാണ്. അതായത് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ കൂടെ ഇല്ലീഗലായിട്ട് കുറേ മണി ഉണ്ടാക്കുകയും പൈസ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരുപാട്, നമുക്ക് തന്നെ അറിയാം, മലയാളി സുഹൃത്തുക്കളല്ലേ ഇഷ്ടംപോലെ ആളുകൾ ടെലിഗ്രാം വഴി സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. ഇപ്പം അത് ബാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത് ഭവിഷ്യത്ത് കുറേ ആൾക്കാർ അനുഭവിക്കും. കാരണം അതുവഴി എൻ്റർടൈൻമെൻറ്റ്, അതായത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കും മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കും മൊത്തത്തിൽ പണിയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുന്നോട്ടേക്ക് ഇനിയിപ്പോൾ ടെലിഗ്രാമിൻ്റെ അവസ്ഥ എന്താണെന്ന്.